ഗസീട്ട്, എന്റെ ചങ്ക, നീ കണ്ടില്ല ഞാൻ എന്താ ഉണ്ടാക്കിയിരിക്കുന്നെന്ന്? പൊളിച്ചെടുത്തല്ലോ. എന്തായി ഉണ്ടാക്കിയിരിക്കുന്ന? എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങളുടെ കൈ തന്നെ വെച്ചാ മതി. ഞങ്ങളോടൊന്നും പറയണ്ട. ഓരോ പ്രാവശ്യവും എന്തെങ്കിലും പ്രശ്നത്തിലെ കലാശിച്ചിട്ടുള്ളൂ. പത്ലു, എന്റെ ചങ്കേ, എന്റെ ബ്രോ, എന്റെ രോഗികളാണെങ്കിൽ സത്യം ഇത്തവണ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ മരുന്ന് കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണോ എവിടെ നോക്കിയാലും അത് കാണും. പറഞ്ഞു വന്നത് മോട്ടോനും സമോസ ഇഷ്ടാണല്ലോ. എവിടെ നോക്കിയാലും സമോസ കാണോ? പൊളിച്ചേ, എവിടെ നോക്കിയാലും സമൂസ കാണാന്ന് വെച്ചാൽ വളരെ രസമല്ലേ? എന്നാ ഞാൻ ഒന്ന് കുടിച്ചു നോക്കട്ടെ. ഓയ് മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, പറയുന്നത് മുഴുവനും കേൾക്ക്. ഇതൊരു സ്പൂണേ കുടിക്കാൻ പാടുള്ളൂ. നീ മുഴുവനും കുടിച്ചു തീർത്തില്ലേ? ഇനി അറിയില്ല ഇതിന്റെ ഫലം എങ്ങനെയായിരിക്കും, എത്ര നേരം ഉണ്ടാകുമെന്ന്. സമൂസ, ഇത്രയും വലിയ സമൂസ! പൊളിച്ചേ! ഓയ് ഓയ്, എന്റെ അത്തിമാർ അമ്മച്ചി, ഇവൻ എന്താ ഈ സംഭവിച്ചത്? വിടാ എന്നെ, വിടാ എന്നെ, വിടാ. നിങ്ങളല്ലേ മരുന്ന് കൊടുത്ത്, അപ്പൊ നിങ്ങളെയാണ് സമൂസയായി തോന്നുന്നത്. ജീവനിൽ കൊതിയുണ്ടെങ്കിൽ ഓടിക്കോ. വരൂ എന്റെ സമൂസ, വരൂ. നീ ഇത് എവിടെ പോവാ? ഞാൻ നിന്നെ വളരെ സ്നേഹത്തോടെ കഴിച്ചോളാം. ഇവൻ എന്നെ തിന്നിട്ട് അടങ്ങുള്ളതാ തോന്നുന്നത്. ആരെങ്കിലും ഇവന്റെ ദേഹത്തൊന്ന് വെള്ളമൊഴിക്കാ, വെള്ളമൊഴിക്കാ. വെള്ളം ദേഹത്ത് വീഴുമ്പോ മരുന്നിന്റെ എഫക്റ്റ് എല്ലാം പോകും. ചെല്ലോ. വെള്ളം എവിടെയാ? ഗസീറ്റാറാം, വെള്ളം എടുത്തോണ്ട് വാ. ഈ സമൂസകൾ മുഴുവൻ എനിക്ക് വേണ്ടി വരുവാണോ? രാവിലെ സമൂസ, വൈകിട്ട് സമൂസ. മോട്ടോ, നിന്റെ പേര് സമൂസ തന്നെ. പൊളിച്ചേ! ഒന്ന് നിക്കന്റെ മോട്ടോ, അത് സമൂസയല്ല, ട്രെയിനാണ്. സമൂസയുടെ ട്രെയിൻ വളരെ നന്നായിട്ടുണ്ടാവും. ഞാൻ കഴിക്കും, കഴിച്ചുകൊണ്ടേയിരിക്കും. പൊളിച്ചേ! മോട്ടോ, ട്രെയിനിനെ വിടാൻ നിനക്കത് കഴിക്കാൻ പറ്റില്ല. അത് സമൂസയല്ല, ട്രെയിനാണ്. സഹോദര, ടിക്കറ്റ് എടുക്ക്. സമൂസ കഴിക്കാൻ ടിക്കറ്റ് എടുക്കണോ? വെള്ളം, കുറച്ച് വെള്ളം കൊണ്ടുപോവാ TC സാറേ. നിനക്ക് വെള്ളം കുടിക്കാനാണോ നീ വീട്ടിൽ പോയി കുടിക്കുക? ഇങ്ങനെ വന്നാണോ നീ വെള്ളം കുടിക്കുന്നത്? എന്റെ സമൂസ എവിടെ പോയി? എന്റെ മോട്ടോ, നീ എപ്പ നോക്കിയാലും ഈ സമൂസയുടെ കാര്യം പറഞ്ഞ് എന്നെ കുഴപ്പത്തിലാക്കരുത്. 3 സമൂസകളാണല്ലോ വരുന്നത്. എന്റെ ദൈവമേ, ഇവൻ ഇനി ആ കഴുകനെ തിന്നാൻ പോവാണോ? മോട്ടു, അവിടെ നിക്ക്. അത് സമൂസയല്ല, കഴുകനാണ്. നിനക്കതിനെ തിന്നാൻ കഴിയില്ല, അത് നിന്നെ തിന്നും. ഇതെന്ത് സമൂസയാണ്? കടിക്കുന്ന സമൂസ. എന്താ ഇത്? വേണ്ട, മനുഷ്യനാണ് സമൂസയെ കഴിക്കേണ്ടത്, അല്ലാതെ സമൂസ മനുഷ്യനെ കഴിക്കൂല. വേണ്ട വേണ്ട, ഞാനൊന്നും ചെയ്തില്ല. ഞാനൊരു വഴിപോക്കനാണ്. രക്ഷിക്കണേ. മോട്ടോ, നീ മര്യാദയ്ക്ക് മിണ്ടാതെ എന്റെ കൂടെ വന്നോ? എവിടെയെങ്കിലും കൊണ്ടുപോയി ഞാൻ നിന്റെ ദേഹത്ത് വെള്ളം ഒഴിക്കാം. ഞാൻ ഉദ്ദേശിച്ചത് നിനക്ക് കുറച്ച് വെള്ളം തരാന്ന്. നിനക്ക് നല്ല ദാഹം കാണും. എനിക്ക് ദാഹിക്കുന്നില്ല, വിശക്കുന്നുണ്ട്. ഒരു സമൂസ പോലും കഴിക്കാൻ പറ്റിയിട്ടില്ല. ഈ കുഞ്ഞു സമൂസ കഴിക്കുമ്പോഴത്തേക്കും എന്റെ വിശപ്പ് മാറും. ഈ ബോട്ട് എന്റെ പുറകെ എന്തിനാണ് ഇങ്ങനെ വരുന്നത്? അവന്റെ മുഖത്തെ എക്സ്പ്രഷൻസ് എനിക്ക് അങ്ങോട്ട് പിടികിട്ടുന്നില്ല. കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ. കവിതയുടെ കാര്യമൊക്കെ വിട്ട് ഓടി രക്ഷപ്പെടാൻ നോക്കണേ.
ഇവര് വട്ടാണെന്നാ തോന്നുന്നത്. ഇവരാരെങ്കിലും പെട്ടെന്ന് മരുന്ന് കൊടുക്ക, അല്ലെങ്കിൽ ഇവരെന്നെ തിന്നു കളയൂ. ഇവനെ ഒന്ന് പിടിച്ചു മാറ്റ്. കവിത പറയാൻ നിൽക്കാതെ വേഗം പോയി എവിടെന്നെങ്കിലും കുറച്ച് വെള്ളം കൊണ്ടുവാ. മോട്ടവന് ഭയങ്കര വിശപ്പും പത്തിലൂരാണെങ്കിൽ ദാഹവും. ഇവന്മാര് രണ്ടുപേരുടെ ഇടയിൽ എന്റെ ജീവിതം പാണ്ടിലൂറി കയറിയ തവള പോലെ. ഓ, എന്റെ സമൂസ എന്നെ ഇട്ടു പോയി. സമൂസ മോട്ടോ, നീ കുറെ നേരമായി തുടങ്ങിയിട്ട്. ഞാൻ ക്ഷമിക്കായിരുന്നു, ഇനി എനിക്കിത് ക്ഷമിക്കാൻ പറ്റില്ല. മിണ്ടാതെ നീ എന്റെ കൂടെ ഡോക്ടർ ജഡ്കയുടെ അടുത്തേക്ക് വന്നോ, അല്ലെങ്കിൽ മോട്ടോ. മോട്ടു, അവിടെ നിക്ക്. നീ താഴത്തേക്ക് വീഴും. അവിടെ നിക്ക്. മോട്ടു, വേഗം തിരിച്ചു വാ. മോട്ടു, എന്റെ പത്തിലു, നീ എന്തിനാ കിടന്നിങ്ങനെ നിലവിളിക്കുന്നേ? നിന്റെ നിലവിളി കേട്ടാ ഞാൻ വലിയ അപകടത്തിലാണെന്ന് തോന്നുമല്ലോ. നിനക്ക് സ്വബോധം വന്നതിൽ വളരെ സന്തോഷമുണ്ട്. പക്ഷെ നീ ഇപ്പൊ താഴേക്ക് നോക്കരുത്. നീ ഇപ്പൊ നടന്നതുപോലെ തന്നെ കണ്ണു അടച്ച് മുന്നോട്ട് തന്നെ നടന്നോ, അല്ലെങ്കിൽ പ്രശ്നമാണ്. ഞാൻ എന്ത് വന്നാലും പേടിക്കില്ല. മമ്മി, ഡാഡി, പത്തിലു, രക്ഷിക്കൂ. ഞാൻ ഇവിടെ എങ്ങനെ എത്തിയത്? രക്ഷിക്കണേ. ഞാനിതാ വരുന്നു. നീ പൈപ്പിൽ നിന്ന് കൈ വിടരുത്. എന്റെ ദൈവമേ, 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 ദൈവമേ. കാത്തുകൊള്ളേ, 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 കാത്തുകൊള്ളേ. മോട്ടു, ഈ കയ്യിൽ പിടിക്കേ, കയ്യിൽ പിടിക്കേ. സഹായിക്കണേ. ചോടെ എന്തായി കാണിക്കുന്നേ? ഹലോ, പ്ലീസ് പൈപ്പ് മുറിക്കരുത്, ഞങ്ങൾ താഴെ വീഴും. ജീവിതത്തിൽ ഇപ്പോഴാണ് ഒരു രസമൊക്കെ വന്നത്. മോട്ടു എന്റെ മുന്നിൽ യാചിക്കുന്നു. ജോൺ, പ്ലീസ് ഹെൽപ്പ്, 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 ഹെൽപ്പ്. പത്തിലു, എനിക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല. നമ്മൾ എങ്ങനെയാ പൈപ്പിന് മുകളിലെത്തിയത്? പിന്നെ എനിക്ക് ഈ കാര്യവും മനസ്സിലാവുന്നില്ല. എന്തിനാ നമ്മളെ കണ്ടിട്ട് ഇവരൊക്കെ പേടിച്ചോടുന്നത്? അത് വളരെ വലിയൊരു കഥയാണ്. ഇപ്പൊ വീട്ടിലേക്ക് വാ, ഞാൻ പറഞ്ഞു തരാം.